തന്റെ വീട്ടിൽ താൻ എപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്ന, ഇടപെട്ടുകൊണ്ടിരിക്കുന്ന തന്റെ പത്നിമാർ അവരെപ്പോഴും സന്തോഷഭരിതരായിരുന്നു. അവരെന്ത് ചോദിച്ചു കഴിഞ്ഞാലും അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട കാര്യമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ അത് ചെയ്തു കൊടുക്കും. ആയിഷാ ബീവി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, പ്രവാചകരെ അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീട്ടിവെച്ചില്ല, അപ്പൊ തന്നെ ദുആ ചെയ്തു. അല്ലാഹുവേ, ആയിഷയുടെ എല്ലാ രഹസ്യവും പരസ്യമായ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ പഠിച്ചോനെ. നബിയുടെ ദുആക്ക് അപ്പൊത്തരം കിട്ടുമല്ലോ. ഇത് കേട്ട ഉടനെ തന്നെ മതിമറന്നുകൊണ്ട് ആനന്ദാഹ്ലാദത്തോടുകൂടി അവർ വല്ലാതെ ചിരിച്ചുപോയി. സന്തോഷം കൊണ്ട് മതിമറന്നുള്ള, ആനന്ദം കൊണ്ടുള്ള മതിമറന്നുള്ള ചിരിയുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? അപ്പൊ നബിയോട് ആയിഷാ ബീവി പറയുന്നുണ്ട്, നബിയെ അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്തില്ലേ, എനിക്കത് പോരെ, അത് മതിയില്ലേ? ആയിഷാ ബീവിയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനോദങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷാ ബീവിയോട് ചോദിക്കണം, ആയിഷ നമുക്കൊരു ഓട്ട മത്സരം നടത്തില്ലേ? എന്നാലോചിച്ചോളും. നബി പറയാണ് ആയിഷാ ബീവിയോട്, ആയിഷ നമുക്കൊരു ഓട്ട മത്സരം നടത്തില്ലേ? ആയിഷ പറഞ്ഞ റെഡി. അങ്ങനെ രണ്ടുപേരും ഓട്ട മത്സരം നടത്തുകയാണ്. ഓട്ട മത്സരം നടക്കുമ്പോൾ വീട്ടിൽ വെച്ച് നടക്കൂലല്ലോ അല്ലെ, സ്വാഭാവികമായിട്ട് നാട്ടിലാണല്ലോ, ആളുകൾ കാണുന്നിടത്താണല്ലോ. ആയിഷാ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഓട്ട മത്സരം നടത്തി. ആ ഓട്ട മത്സരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോറ്റു, ആയിഷാ ബീവി ജയിച്ചു. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷാ ബീവിയോട്, ആയിഷ ഇപ്പൊ നമുക്കൊരു ഓട്ട മത്സരം നടത്തിയാലോ? ആയിഷാ ബീവി പറഞ്ഞു, ഞാൻ റെഡിയാണല്ലോ. ആയിഷാ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഓട്ട മത്സരം നടത്തി. ആ ഓട്ട മത്സരത്തിൽ ആയിഷാ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോൽപ്പിച്ചു. ആയിഷാ ബീവി തോറ്റു, പരാജയപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദിഹി ബിതീൽക്ക്, ഇത് നേരത്തതിന്റെ പകരമാണെന്ന്. അന്ന് നീ എന്നെ തോൽപ്പിച്ചില്ലേ, അതിന് പകരമാണിത്, ഇപ്പൊ നീ തോറ്റില്ലേ. നോക്കണം നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷാ ബീവിയും ഇത് ആസ്വദിക്കുകയാണ്. ഭാര്യയോടുള്ള സ്നേഹം, പെരുമാറ്റം അതൊന്നും മറച്ചു വെക്കേണ്ടതില്ല, പരസ്യമായി ആളുകളൊക്കെ ഉള്ള അടുത്താണ് ഓടുന്നത്. ഒന്നും ഒരു കുറയില്ല. നമ്മുടെ ഈഗോ ഒക്കെ ഒന്ന് മാറ്റി വെക്കണോ? നമ്മുടെ കുടുംബത്തോടുള്ള സ്നേഹപ്രകടനങ്ങളിലൊക്കെ നമ്മുടെ ഈഗോ മാറ്റി വെക്കണം. ഇനി ഒന്ന് ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയിഷാ ബീവിയായിട്ടുള്ള ഈ മത്സരവും ഓട്ടമൊക്കെ എപ്പോഴാ? തന്റെ 25ാമത്തെ ചുറുചുറുക്കുള്ള പ്രായത്തിലാണ്? അല്ല, 53ന്റെയും 63ന്റെയും ഇടയിലാണ് ഈ വിനോദങ്ങളൊക്കെ നടക്കുന്നത്. നമ്മളൊക്കെ 50 വയസ്സായ സൈഡാവും, ഇനി എന്ത് സല്ലാവോ, ഇനി എന്ത് ഭാര്യ, ഇനി കുട്ടികളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കാന്ന്. ആയിഷാ ബീവിയുമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രസകരമായ ജീവിതം, മാതൃകാപരമായ ജീവിതം, അത് നബിയുടെ 53ന്റെയും 63ന്റെയും വയസ്സിനിടയിലാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തന്റെ 50ാമത്തെ വയസ്സിൽ വഫാത്താകുന്നതോടുകൂടി പിന്നെ 50ന്റെയും 63ന്റെയും ഇടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു 10 പത്നിമാര് വരുന്നത്. അവരുടെ കുടുംബജീവിതം അങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസാനത്തെ മകൻ മാരിയത്തുൽ ഖിബ്തിയയിൽ ഉണ്ടാകുന്ന ഇബ്രാഹിം എന്ന കുട്ടി നബിയുടെ 61ാമത്തെ വയസ്സിലാണ് കുഞ്ഞ് ജനിക്കുന്നത്. ഖദീജ ബീവി പ്രസവിക്കുന്നത് 40 മുതലാണ്. 6 മക്കളെ പ്രസവിക്കുന്നത് 40 മുതൽ 55ന്റെയും ഇടയിലായിട്ട്. നമ്മളെ പെണ്ണുങ്ങളൊക്കെ പ്രസവമൊക്കെ നിർത്തിപ്പോണ സമയമാണ്. ഒരു മുഅ്മിനിന്റെ യുവത്വം അവസാനിക്കണില്ല, അവന്റെ വയസ്സിന് അവസാനമില്ല. അവന് വാർദ്ധക്യത്തിലേക്ക്, നിരാശയിലേക്ക് വരേണ്ടതില്ല. അതൊക്കെ ആപേക്ഷികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിൽ വളരെ ബദ്ധശ്രദ്ധനായിരുന്നു.